ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു 2K24 ലാസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൂടിയാണ്. ഇനിയിപ്പം ഈ ഒരു വർഷത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടി എടുക്കാനുള്ള ദിവസമൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന്. സത്യം പറഞ്ഞാൽ ഇപ്പായിട്ടുണ്ടല്ല ലോങ് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാനും എല്ലാം വല്ലാത്തൊരു മടിയാണ്. പിന്നെ കിട്ടുന്ന ടൈമിലെല്ലാം ഞാൻ ഷോർട്സിനുള്ള പരിപാടിയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യലുണ്ടാവില്ലേ. അപ്പം അങ്ങനെയെല്ലാം പിന്നെ രാവിലെ എണീറ്റ് പ്രയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഉറങ്ങൂട്ടാ. പിന്നെ ഒരു 7:30 ആകുമ്പോഴേക്കും എണീക്കലുണ്ടാവില്ലേ. പിന്നെ എണീറ്റ പാടുന്ന ചായയൊക്കെ കുടിച്ചിട്ടുണ്ടേനും. ചായയും പിന്നെ ഗുഡേറെ ബിസ്ക്കറ്റും കൂടി കഴിച്ചിട്ടുണ്ടേനും. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ടുണ്ടായി. സംഭവം മക്കൾക്ക് എണീച്ച് കഴിഞ്ഞാൽ ഒന്നിനും സമ്മതിക്കൂല കേട്ടോ. അതുകൊണ്ട് അവരുറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കലുള്ളത്. ചില ദിവസങ്ങളിൽ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ മാലിക്കും ഐസും ഒക്കെ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വരും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ സ്കിൻ കെയർ പരിപാടിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലേനും. സംഭവം ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പുട്ടും കടലക്കറിയും അങ്ങനെ തന്നെ ബാക്കിയുണ്ടേനുവേ. അപ്പോൾ അത് തന്നെ ഞാൻ ചൂടാക്കിയിട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ടായേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം എണീച്ച് പോയ ശേഷമാണ് കേട്ടോ ഞാൻ ബെഡും കാര്യമൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കർട്ടനൊക്കെ അങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് റൂമൊന്നും ഇങ്ങനെ മെസ്സായി കിടക്കുന്നത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ വൃത്തിയാക്കി ഇട്ടാലും ഒരു 5 മിനിറ്റ് അത്രേ ഉണ്ടാവുമല്ലോ. അത് കഴിയുമ്പം എൻ്റെ കുട്ടികൾ വന്നിട്ട് ആദ്യം ഇതേപടി വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോൾ ചെയ്യാൻ തന്നെ മടിയാണ്. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണുമ്പം ഒരു ഭയങ്കര സമാധാനം ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ ചെയ്തിട്ടുണ്ടേനു. ഓളൊക്കെ ഇവർ അടിമറിച്ചിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ടായിന്. അപ്പൊ അതൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ഇപ്പം പുറക്കി വെച്ചിട്ട് ഒന്നിങ്ങോട്ട് തിരുന്നാ മതി, അപ്പത്തേനും മൊത്തം എടുത്ത് തട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മളൊരു സമാധാനത്തിന് മൊത്തം വൃത്തിയാക്കാന്ന് മാത്രമേ ഉള്ളൂ. ഐസ് ഇങ്ങനത്തെ കാര്യമൊക്കെ നോക്കിയും കണ്ടും ചെയ്യൂട്ടാ. പിന്നെ മാലിക്കൂനെയും പറഞ്ഞിട്ട് കാര്യമില്ല, ഓന് കളിക്കണം എന്നുള്ള ഇത് വരുമ്പം അപ്പൊ തട്ടിക്കോളും. പിന്നെ ഇത് പുറക്കി വെക്കണം എന്നുള്ളതൊന്നും ഓനിക്കറിയൂല. അപ്പം അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഷെപ്പിക്ക് വിളിച്ചിട്ട് മന്തി ആക്കണം എന്ന് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉച്ചക്കേക്ക് മന്തി എന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായ. ഇവിടെ എല്ലാവർക്കും മന്തി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ എനിക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ രാത്രി വീണ്ടും കുക്ക് ചെയ്യേണ്ടൊന്നും വരില്ല, ഇത് തന്നെ എല്ലാവരും കഴിച്ചോളൂ. പിന്നെ ഐസോന്റെയും മാലിക്കൂന്റെയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ മാറ്റി റെഡിയാക്കിയിട്ട് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ രണ്ടാക്കും ഒരുപോലെ മടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചില ദിവസം അലമ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കഴിക്കും, ചിലപ്പം ഭയങ്കര അലമ്പായിരിക്കും. നമ്മളിങ്ങനെ പുറകെ നടന്ന് കൊടുക്കാൻ നോക്കിയാലും ഇവർ കഴിക്കലൊന്നും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിനെ. ഇവർക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിരുന്നിട്ടായിരിക്കും കേട്ടോ ഫുഡ് കഴിക്കല്. എന്നെ അറിയുന്ന കുറച്ച് പേരെല്ലാം എന്നോട് അധികം ടീമിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്നിട്ട് ഈ ഒരു മന്തിന്റെ റെസിപ്പി എനിക്ക് ഷെപ്പിക്കാരെ ഉമ്മാരുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ഉമ്മ നല്ല കിടലനായിട്ട് മന്തി ഉണ്ടാക്കി തരലുണ്ടേനു. അപ്പൊ ഞാനും അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടാ. പിന്നെ ഞാനും ഷെപ്പിക്കയും കൂടിയിട്ടായിരിക്കും ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം ചെയ്യല്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കിച്ചണിൽ വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാലിക്കുനെ കൊണ്ടുപോയി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓനെ ഉറങ്ങി കഴിയുമ്പം ഷെപ്പിക്കും ഐസും ഓന്റെ കൂടെ തന്നെ പോയി കിടക്കും. അപ്പൊ ആ ഒരു ടൈമിലായിരിക്കും എന്റെ കുളിയും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ടാവില്ല. മാലിക്കുന്റെ ഉറക്ക് പറയില്ലാന്നെങ്കിൽ ഒരു പൂച്ച ഉറക്കാൻ ഇടക്കിടക്ക് കരഞ്ഞുകൊണ്ടിരിക്കൂട്ടോ. അപ്പൊ ഞാൻ അടുത്തന്നെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ വീണ്ടും ഉറങ്ങലായിരിക്കും. ഞാൻ വേഗം തന്നെ എന്റെ കുളിയും പ്രയറൊക്കെ കഴിച്ചിട്ട് പിന്നെ ഓന്റെ അടുക്ക പോയി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിശപ്പായിരിക്കൂട്ടെ. എനിക്ക് എന്താന്ന് പറഞ്ഞൂടാ, എനിക്കൊരു ആനന് കിട്ടിയാലും കഴിക്കേണ്ട വിശപ്പുണ്ടാവും. ചില സ്ഥലം ഞാൻ ഇവര് എണീക്കും മുന്നേ എണീച്ച് വരലാണ്. കാരണം വെച്ചാൽ എനിക്ക് വിശന്നിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റൂല കേട്ടോ. അപ്പൊ ഞാൻ പിന്നെ എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ച് എന്റെ വിശപ്പിന്റെ ഉള്ളിൽ അസുഖം കൊണ്ട് ഞാൻ കുറച്ച് ഓട്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടേനും. അപ്പൊ ഞാൻ മെയിനായിട്ട് ഇത് വാങ്ങിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടേനും. പിന്നെ ഇന്നേതായാലും ഇതന്നെ ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ച് അപ്പൊ അതങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ചെറിയ പഴമൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സും ഒക്കെ ഇട്ടിട്ടുണ്ടേനും. അപ്പൊ അതങ്ങനെ ഉണ്ടാക്കി കഴിച്ച് പിന്നെ ഐസു എണീറ്റ് വന്നിട്ടുണ്ടേനും. പിന്നെ ഐസുവിന് കുറച്ച് പാലിൽ ഞാൻ ചോക്കോസെറ്റ് കൊടുക്കുന്നുണ്ട്. ഓൻ ഇതിന് ചോക്കോബാറാന്നാണ് കേട്ടോ പറയല്. എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഇത് പാലടക്കം കഴിച്ചാൽ മതി. രാത്രി പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഫുള്ള് ഫ്രീ ആയിരുന്നു. പിന്നെ മാലിക്കൂനും ലാമിഷനും വേഗം തന്നെ ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്ത് കഴിഞ്ഞപ്പം അതേ പാത്രത്തിൽ തന്നെ ഞാനും ഷെപ്പിക്കയും കൂടി ഇട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമാവാൻ പോവേനെ. അതിൽ കഴിഞ്ഞ 3 വർഷം ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഐസോനെയും മാലിക്കൂനെയും ഒരുക്കിയിട്ട് ഒരു ഭാഗത്താക്കിയിട്ടുണ്ട്. മുന്നേത്ത് ഞാനാണെങ്കിൽ എനിക്കൊരുങ്ങാൻ തന്നെ ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഫേസിൽ ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരൊറ്റ ലിപ്സ്റ്റിക് മാത്രമേ യൂസ് ചെയ്യില്ലല്ലോ കേട്ടോ. ഇപ്പൊ ഇത് വന്നിട്ട് മാസിന്റെ ഗേൾ പവർ ആണ്. അപ്പൊ അതിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. ഇതിപ്പോ എന്നെ ഇന്ന് വീണ് വൈകല്യം വന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു 10 കാലൊക്കെ
ആയപ്പോ എന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായേ. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലോട്ട് തന്നെയാണ് പോയിട്ടുണ്ടായേ. അപ്പൊ ഇത്തവണയും അങ്ങോട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായത്. പിന്നെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഷെപ്പിക്കാരെ നീനും ചെങ്ങായും കൂടി ഉണ്ടേനും. പോകുന്ന വഴിയിലെല്ലാം തന്നെ പരിപാടിയോട് പരിപാടി ചെയ്യുന്നുവേ. പിന്നെ എവിടെയും നമ്മൾ നിന്നിട്ടില്ല, നമ്മൾ നേരെ പയ്യാമ്പലത്തേക്ക് കണ്ടിന്യൂ വിട്ടിട്ടുണ്ടായി. അങ്ങനെ പകുതി എത്തിയപ്പം റൂട്ട് ചെറുതായിട്ട് മാറ്റി എല്ലാരും ചാൽ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നുണ്ടായി. അപ്പൊ നമ്മൾ വിചാരിച്ച് എല്ലാ പ്രാവശ്യം പയ്യാമ്പലല്ലേ പോക്ക്, എന്നാൽ ഇപ്രാവശ്യം ചാൽ ബീച്ചിലോട്ട് പോവാന്ന്. ആടെയാണെങ്കിൽ ഭയങ്കര തിക്കും തിരക്കുവേനും. വണ്ടിയൊക്കെ എവിടെയോ ഒപ്പിച്ചിട്ട് ഞങ്ങൾ കുറെ ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. ഐസുനെല്ലാം തലയിൽ വെച്ചിട്ടാട്ടാ നടക്കുന്നുള്ളത്. കാര്യം ഇവിടുന്ന് കൈവിട്ട് പോയാൽ പിന്നെ ആരെയും കിട്ടലുണ്ടാവില്ല. കറക്റ്റ് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ബീച്ച് സൈഡിൽ നിന്നും പരിപാടി കണ്ടിട്ടുണ്ടായി. സത്യം പറഞ്ഞാല് ത്രില്ലാന്നോ എക്സൈറ്റ്മെന്റ് ആണെന്നൊന്നും അറിയാൻ പാടില്ല, ഒരു അടിപൊളി ഫീൽ ചെയ്യുന്നു. അങ്ങനെ പിന്നെ കൗണ്ട് ഡൗൺ കയ്യിലും പൊട്ടലും എല്ലാം ഒന്ന് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു 12:10 ആയപ്പോ തന്നെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയേരം തൊട്ട് ട്രാഫിക് ചെയ്യണം. അങ്ങനെ ഉരുണ്ട് വീട്ടിലെത്തിയപ്പം 2:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ഫ്രം ഗേൾ സോൺ.